മുഖ്യമന്ത്രിയുടെ കപടമുഖം തുറന്നുകാട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളത്തിന്റെ വികസന ചർച്ചകളിൽ ഇപ്പോൾ പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന റാപ്പിഡ് റെയിൽവേ പദ്ധതി തന്നെയാണ്. എന്നാൽ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനാകുമോ എന്ന് ചോദിച്ചാൽ അത് അപ്രായോഗികമാണെന്ന വ്യക്തമായ സൂചനകളാണ് വിദഗ്ധർ നൽകുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ പുതിയ കുതന്ത്രത്തെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇവിടെ പൊളിച്ചടുക്കിയിരിക്കുന്നത്. അത് മാത്രമല്ലെന്നേ, പിണറായി വിജയൻ ഇതുവരെ സ്വീകരിച്ച പല ഇരട്ടത്താപ്പുകളെയും അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് സതീശൻ കൃത്യമായ വസ്തുതകൾ നിരത്തി തന്നെയാണ് തുറന്നുകാട്ടുന്നത്. പിണറായി സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ്? 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കി മടങ്ങാൻ നേരത്ത് യാതൊരു പഠനവുമില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയല്ലേ ചെയ്തത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ ശൈലി. ഈ ശൈലിയെയാണ് പരിഹാസത്തോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിവേഗ റെയിൽ പാത വരുന്നതിനോ നല്ല വികസന പദ്ധതികൾക്കോ തങ്ങളെതിരല്ല. എന്നാൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തണ്ടേ? അല്ലാതെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM-ന്റെ ഇരട്ടത്താപ്പും നമ്മൾ മറന്നു പോകരുതെന്ന് സതീശൻ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. എന്താണ് അവർ ചെയ്തത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇ ശ്രീധരനെ കൊച്ചി മെട്രോയുടെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോകുന്നുവെന്ന് ആരോപിച്ച് തെരുവിലിറങ്ങി ബഹളം വെച്ചവരാണല്ലോ അവർ. എന്നാൽ ഇന്ന് അതേ മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെ ഈ പദ്ധതി അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത്. വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരിന്റെ കുതന്ത്രങ്ങൾ കേരളം തിരിച്ചറിയുന്നുണ്ടെന്ന് സർക്കാർ ഓർക്കുന്നത് നല്ലതാണെന്ന് സതീശൻ തുറന്നടിച്ചു. മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൊച്ചി മെട്രോ പദ്ധതിയിൽ നിന്ന് ഇ ശ്രീധരനെ നീക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണല്ലോ ഇവർ. ആരും മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇന്നത്തെ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയായിരുന്നു അതെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ വന്ന് സമരം ചെയ്യുകയും ചെയ്തു. സതീശൻ മാധ്യമങ്ങളോടാണ് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചത്. വ്യവസായ മന്ത്രിയടക്കം എന്തെല്ലാമാണ് പറഞ്ഞത്? ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെ കുറിച്ച് മുമ്പ് തന്നെ കേന്ദ്രത്തോട് പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. അത് ഞാൻ പറഞ്ഞാലാണ് കുഴപ്പം. മുഖ്യമന്ത്രിക്ക് പറയാം, പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല. ഞങ്ങൾ ഇതിനെതിരല്ല, പക്ഷേ കേരളത്തിലെ അടിസ്ഥാന സൗകര്യം വികസിക്കണം, അതിവേഗ റെയിൽ പാത വരണം. എന്നാൽ അത് കൃത്യമായ പരിശോധനകൾ നടത്തി കേരളത്തിന് അനുയോജ്യമായവ ഉണ്ടാകണം. അത് കേന്ദ്രം കൊണ്ടുവന്നാലും പിന്തുണയ്ക്കും. 10 വർഷത്തെ ഭരണം കഴിഞ്ഞു പോകുന്ന പോക്കിന് ചുമ്മാ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ് എന്നാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് തുറന്നു കാട്ടുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്ന് നടത്തുന്ന പ്രഹസനങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് താൻ സംസാരിച്ചപ്പോൾ ആക്ഷേപിച്ചവർ ഇപ്പോൾ അതേ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തോടെ സംസാരിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് എന്ത് വിരോധാഭാസമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എന്തുമാകാം, പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല എന്ന അഹങ്കാരമാണ് ഇവിടെ നിഴലിക്കുന്നത്. UDF എന്തായാലും അങ്ങനെയല്ല. വികസനത്തിന്റെ കാര്യത്തിൽ UDF-ന് വ്യക്തമായ നിലപാടുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം, അതിവേഗ റെയിൽ പാത വരണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് കേന്ദ്രം കൊണ്ടുവന്നാലും പിന്തുണയ്ക്കും. പക്ഷേ അത് കൃത്യമായ പഠനങ്ങൾ നടത്തി കേരളത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. 10 വർഷത്തെ ഭരണം പൂർത്തിയാക്കി മടങ്ങാൻ നേരം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചുമ്മാ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്ന് സതീശൻ പ്രതികരിച്ചു. നോക്കൂ, മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ റാപ്പിഡ് റെയിൽ പദ്ധതി കേരളത്തിലുടനീളം ഓടിക്കാനൊന്നും കഴിയില്ലെന്ന് അദ്ദേഹം പച്ചയായി തുറന്നു പറയുകയാണ്.
പരമാവധി പോയാൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ചെറിയ ദൂരങ്ങളിൽ മാത്രമേ ഇത് സാധ്യമാകൂ. അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. ഈ റാപ്പിഡ് റെയിലിന് പിന്നാലെ പോകുന്നത് എന്തിനാണ്? കേരളത്തിന് ശരിക്കും വേണ്ടത് അതിവേഗ റെയിൽവേ ആണ്. അതായത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ എന്തിനാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയത് എന്ന് ശ്രീധരൻ പറയുന്നത് ഇത് വെറുമൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പ്രചരണം, അതല്ലാതെ വികസനമൊന്നും ഇതിന് പിന്നിലില്ലെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ഈ ശ്രീധരൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗൗരവകരമായ കാര്യമുണ്ട്. വേഗതയുടെ കാര്യത്തിൽ നമ്മൾ ഈ പദ്ധതി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ സർക്കാരിന്റെ കള്ളക്കളി പിടികിട്ടും. ഒരു അതിവേഗ റെയിൽവേ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിലായിരിക്കും. എന്നാൽ ഈ സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന റാപ്പിഡ് റെയിലിന്റെ വേഗത എത്രയാണെന്നറിയാമോ? കേവലം 70 മുതൽ 75 കിലോമീറ്റർ മാത്രം. അതായത് സാധാരണ ട്രെയിനുകളെക്കാൾ വലിയ മെച്ചമൊന്നും ഇതിനില്ലെന്ന് സാരം. പിന്നെ തന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ നോക്കുന്നവർക്ക് അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അതിവേഗ റെയിൽ പദ്ധതി മുടക്കിയത് താനാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തികച്ചും തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം കേരളത്തിൽ അതിവേഗ റെയിൽ എന്ന ആശയം തന്നെ ആദ്യമായി കൊണ്ടുവന്നത് CPM ആണ്. തന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ ഉദ്യോഗസ്ഥർ വന്നു കണ്ട് ചർച്ചകൾ നടത്തിയതാണ്. എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ ഇപ്പോൾ ആ പഴി തന്റെ മേൽ കെട്ടിവെക്കാൻ നോക്കുന്നത് ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വികസന പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, അഴിമതി ആരോപണങ്ങൾ വരുമ്പോഴും പിണറായി സർക്കാർ എങ്ങനെയാണ് പിന്നോട്ട് ഓടുന്നത് എന്ന് പൊതുസമൂഹത്തിന് അറിയാവുന്നതല്ലേ. അതാണ് സതീശൻ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത്. സ്പ്രിംഗ്ലർ പദ്ധതിയുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. എന്താണ് ഉണ്ടായത്? അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആ പദ്ധതിയിലെ വലിയ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന് മറുപടി പറയാൻ നിൽക്കാതെ അത് ഉപേക്ഷിച്ചിട്ട് ഓടിയത് ഇതേ പിണറായി വിജയനല്ലേ. അതാണ് സതീശൻ ചൂണ്ടിക്കാണിച്ചത്. സ്പ്രിംഗ്ലർ പദ്ധതിയിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അത് പാതി വഴിയിൽ ഇട്ടിട്ട് ഓടിയത്? വെറും ഡേറ്റ കൈകാര്യം ചെയ്യേണ്ട ഏജൻസി അല്ല സ്പ്രിംഗ്ലർ എന്ന പ്രതിപക്ഷം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പ്രതിപക്ഷം പറയുമ്പോൾ പേടിച്ച് ഓടാനുള്ള ധൈര്യമേ മുഖ്യമന്ത്രിക്കുള്ളോ എന്ന് സതീശൻ പരിഹസിക്കുമ്പോൾ സത്യത്തിൽ ഭരണകൂടത്തിന്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് അവിടെ വെളിപ്പെടുന്നത്. റാപ്പിഡ് റെയിൽ ആയാലും സ്പ്രിംഗ്ലർ ആയാലും അപ്രായോഗികമായ കാര്യങ്ങളുമായി വരിക, അഴിമതി പിടിക്കപ്പെടുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചോടുക, ഇതല്ലേ ഈ സർക്കാരിന്റെ ശൈലി? അതാണ് പ്രതിപക്ഷ നേതാവ് അടിവരയിടുന്നത്.